ഓക്കെ, ഒന്നാം ചോദ്യം. കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്നാണ് ചോദ്യം. കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്ക് ചെയ്ത് തമ്പ് കൊടുത്താൽ മതി. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ. ഏതാ കുട്ടികൾ ആൻസർ ഏതാ? ഓപ്ഷൻ ബി തിരുവനന്തപുരമാണ്. ഓപ്ഷൻ ബി തിരുവനന്തപുരമാണ് ആൻസർ അല്ലേ. ഓക്കെ, തിരുവനന്തപുരം നെയ്യാറ് മരക്കുന്നം ദ്വീപ് എന്നാണ് അതിന്റെ പേര് കേട്ടോ. തിരുവനന്തപുരം നെയ്യാറുള്ള മരക്കുന്നം ദ്വീപ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്കാണ് തിരുവനന്തപുരം നെയ്യാറുള്ള മരക്കുന്നം ദ്വീപ്. മരക്കുന്നം ദ്വീപ് അങ്ങനെ ആ പേരിട്ട് ബേസ് എന്ത് ചെയ്തിട്ടുണ്ട്, പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. നെയ്യാറുള്ള മരക്കുന്നം ദ്വീപാണ് ആൻസർ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഏത് കായൽ അറബിക്കടലുമായി ചേരുന്നിടത്താണ് നീണ്ടകര അഴി സ്ഥിതി ചെയ്യുന്നത്? അഷ്ടമുടി, വേമ്പനാട്, വേലി, ശാസ്താംകോട്ട. കമന്റ് ചെയ്തേ, ഏതാ ആൻസർ ഏതാ? നമ്മളിത് പലതവണ ക്വസ്റ്റ്യൻ കണ്ടതാണ്. ഓപ്ഷൻ എ അഷ്ടമുടിയാണ് ആൻസർ. അഷ്ടമുടിയാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ അഷ്ടമുടി. അടുത്ത ചോദ്യം. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നാഷണൽ ജിയോ ഹെറിറ്റേജ് മോണുമെന്റായി പ്രഖ്യാപിച്ച മലപ്പുറം ജില്ലയിലെ ലാറ്ററൈറ്റ് കുന്ന് എന്നാണ് ചോദ്യം. നിലമ്പൂര്, അരീക്കോട്, അങ്ങാടിപ്പുറം, തവനൂര്. ഓക്കെ, അതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏതാ? കമന്റ് ചെയ്തേ. അപ്പോൾ ഓപ്ഷൻ സി അങ്ങാടിപ്പുറമാണ്. ഓപ്ഷൻ സി അങ്ങാടിപ്പുറമാണ്. മലപ്പുറത്തുകാരുണ്ടോ? മലപ്പുറത്ത് താമസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ അങ്ങാടിപ്പുറമൊക്കെ അടുത്താണോ? നിങ്ങൾക്ക് അടുത്താണോ അങ്ങാടിപ്പുറം? ഓക്കെ ഓക്കെ, പെരിന്തൽമണ്ണ അടുത്താണല്ലേ. ഓക്കെ, ശരി. ഈ പെരിന്തൽമണ്ണ MLA കഴിഞ്ഞ തവണ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്? കാന്തപുരം നജീബ്. നജീബ് കാന്തപുരം അല്ലേ. ഓക്കെ, ശരി ശരി. 38 വാർഡിന്റെ ഭൂരിപക്ഷം. 38 വാർഡിന്റെ ഭൂരിപക്ഷം. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആർക്കായിരുന്നു കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ? ഏറ്റവും കൂടിയ ഭൂരിപക്ഷം KK ശൈലജ ടീച്ചർക്കായിരുന്നു അല്ലേ. മട്ടന്നൂർ KK ശൈലജ ടീച്ചർക്കായിരുന്നു ഏറ്റവും കൂടിയ ഭൂരിപക്ഷം കഴിഞ്ഞ ഇലക്ഷനിൽ, മട്ടന്നൂർ. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യം. കേരളവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവനകൾ ശരിയായവ ഏവ? ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ 2.08% കേരളം. രണ്ടാമത്തെ പ്രസ്താവന, കേരളത്തിന്റെ ആകെ തീരദേശ ദൈർഘ്യം 670 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ ആണ്. കേരളത്തിൽ തീരപ്രദേശമുള്ള ജില്ലകളുടെ എണ്ണം 9 ആണ്. ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. കമന്റ് ചെയ്തേ ഉത്തരം കണ്ടെത്തിയെങ്കിൽ. ഓപ്ഷൻ സി 3ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ സി 3ഉം 4ഉം ശരിയാണ്. ഓക്കെ, അതായത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതി 2.08%, അത് തെറ്റാണ്. കാരണം 1.18% ആ നമ്പർ പഠിച്ചിരിക്കുക. 1.18% എന്ത്? കേരളം. ഇന്ത്യയുടെ 1.18% കേരളം. രണ്ടാമത്തെ പ്രസ്താവന, കേരളത്തിന്റെ ആകെ തീരദേശ ദൈർഘ്യം 670 കിലോമീറ്റർ, അതും തെറ്റാണ്. അവിടെ എന്താ തെറ്റ്? എത്ര ആൻസർ വരുന്നത്? 590 590 ആൻസർ. 590. ഓക്കെ, കേരളത്തിന്റെ 580 നമ്മൾ മുമ്പ് പഠിച്ചിരുന്നത്. ഇപ്പൊ പുതിയ കണക്ക് പ്രകാരം 590 ആൻസർ. 590 ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത് കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം 560. ആ പ്രസ്താവന ശരിയാണ്. കേരളത്തിൽ തീരപ്രദേശമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9. ആ പ്രസ്താവന ശരിയാണ്. അതായത് 3ഉം 4ഉമാണ് ശരി. ഓക്കെ, കേരളത്തിൽ അപ്പോഴേ തീരപ്രദേശം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ്? തീരപ്രദേശം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം എത്രയാണ് ഉള്ളത്? 5. ഓക്കെ, അപ്പൊ കണക്കൊക്കെ അറിയാം അല്ലേ. ഓക്കെ, ടോട്ടൽ 14, അതിൽ 9 പോയി കഴിഞ്ഞാൽ ബാക്കി 5. ഇതിനൊക്കെ നമ്മൾ ആൻസർ ചെയ്യണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ഉണ്ടായിരിക്കണ്ടേ. നമ്മള് കമ്പയർ ചെയ്ത് കണ്ടിട്ടില്ലേ മാനേജറൊക്കെ ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യനും മാനേജർക്ക് അറിയായിരിക്കും. അദ്ദേഹം എന്നാലും എന്ത് ചെയ്യത്തില്ല, ചെറിയ ക്വസ്റ്റ്യൻസ് അതേ ആൻസർ ചെയ്യാറില്ല. ഞാൻ ക്ലൂ കൊടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ. ഓക്കെ, ശരി. നമുക്ക് ചെറിയ ക്വസ്റ്റ്യൻസിനെയൊക്കെ പുച്ഛമാണ്. ക്ലൂ ഒക്കെ അടിപൊളിയല്ലേടാ. ക്ലൂ ഒക്കെ പെട്ടെന്ന് കിട്ടുന്ന ക്ലൂ അല്ലേ നമ്മൾ കൊടുക്കുന്നേ. ഓക്കെ ഓക്കെ, ശരി.
അല്ല, ഈ ചില ആൾക്കാരൊക്കെ ഈ ഇങ്ങനെ ക്ലാസ് ഒക്കെ കണ്ടിട്ട് എവിടെ നിന്ന് നമ്പർ തപ്പി പിടിച്ചിട്ട് വിളിക്കും. അങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, സാറേ ആ ക്ലൂ ഒക്കെ ഭയങ്കര എളുപ്പമുള്ള ക്ലൂ അല്ലേ, അത് എങ്ങനെ സാറേ എന്നൊക്കെ സംസാരിക്കും. ഇത് കഴിയുമ്പോൾ നമ്മൾ ഈ സീരിയസ് ആയിട്ടുള്ള ക്ലൂ ആണ്. ഇതൊരു നമ്മളൊരു ഒരു ഫണ്ണായിട്ടുള്ള രീതിയിലാണ് ക്ലൂ കൊടുക്കുന്നത്. അത് മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. ഓക്കെ, ശരി. ആ, അടുത്ത് തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു താലൂക്ക്. ആ, ഏതാ പിള്ളേരെ കമന്റ് ചെയ്തേ? ഓപ്ഷൻ ബി സുൽത്താൻ ബത്തേരിയാണ്. ഓപ്ഷൻ ബി സുൽത്താൻ ബത്തേരിയാണ് കേട്ടോ. ഓപ്ഷൻ ബി സുൽത്താൻ ബത്തേരിയാണ് ആൻസർ ആകുന്നത് കേട്ടോ. സുൽത്താൻ ബത്തേരി. ഓക്കെ, ശരി. ആ, ജില്ല വയനാട്, ഗ്രാമം നൂൽപ്പുഴ. ജില്ല വയനാട്, ഗ്രാമം നൂൽപ്പുഴയാണ് കേട്ടോ. അത് ഓർത്തോണേ. അതായത് സെയിം ചോദ്യം, തമിഴ്നാട് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ല ചോദിച്ചാൽ വയനാട്, ആ താലൂക്ക് എന്ന് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരിയും, ഗ്രാമം ചോദിച്ചാൽ നൂൽപ്പുഴയാണ്. ഗ്രാമം ചോദിച്ചാൽ നൂൽപ്പുഴയാണ്. അടുത്ത കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായവ ഏതെന്നാണ് ചോദ്യം. കപില, കബനി, തേജസ്വിനി, ചന്ദ്രഗിരി, തലയാറ്, പാമ്പാറ്, കമളാറ്, മീനച്ചിലാറ്. ഉത്തരം കിട്ടിയതെന്ന് കമന്റ് ചെയ്തേ. ഏതാ ആൻസർ? അവളെ ഓപ്ഷൻ ബി. ആ, ഓപ്ഷൻ ബിയും കൊണ്ട് പോവുകയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെ ഒരുമിച്ച് തെറ്റുണ്ട്. നിങ്ങൾ ഈ തെറ്റ് ആരെങ്കിലും കമന്റിനെ കണ്ടിട്ട് കൂടെ പോകണമെന്നാണ്. ആ, പയസിനിയാണ് കേട്ടോ. പയസിനിയാണ്. കവണാറ് മീനച്ചിലാറ് തന്നെ. ആ, മീനച്ചിലാറ് ആ കുമരകം ഭാഗത്ത് അറിയപ്പെടുന്ന പേര് കവണാർ എന്നാണ് കേട്ടോ. ഓക്കെ, കോട്ടയം മീനച്ചിലാറിന്റെ പട്ടണം കോട്ടയം. കുമരകം പക്ഷി സങ്കേതത്തിൽ ഒഴുകുന്ന നദി ഓർമ്മയില്ലേ? കുമരകം പക്ഷി സങ്കേതത്തിൽ ഒഴുകുന്ന നദി കവണാറ്. ആ ഒരു ഭാഗത്ത് മീനച്ചിലാറ് അറിയപ്പെടുന്ന പേരാണ് കവണാറ് കേട്ടോ. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണ്. ആ, ഈ പയസിനിയാണ് ഏത്? ചന്ദ്രഗിരി പുഴ കേട്ടോ. പയസിനിയാണ് ചന്ദ്രഗിരി പുഴ. ഓക്കെ, ശരി. പയസിനി. അടുത്ത കേരളത്തിൽ ഏറ്റവും വിസ്തൃതിയുള്ള കാവായ കമ്മാടം കാവ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കമ്മാടം കാവ്. പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ്. കമ്മാടം കാവ് എവിടെ നിന്നാണ് ചോദ്യം. ആ, കിട്ടിയൊരു കമന്റ് ചെയ്തേ. കമ്മാടം കാവ് എവിടെയാ? സി അല്ല. ഓപ്ഷൻ ഡി കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡാണ്. കമ്മാടം കാവ് കാസർഗോഡാണ്. പഠിച്ചോണം, നല്ലൊരു ചോദ്യമാണ്. കമ്മാടം കാവ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള കാവായിട്ടുള്ള കമ്മാടം കാവ് കാസർഗോഡാണ് കേട്ടോ. ഈ കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻസിറ്റു കൺസർവേഷൻ ആണോ എക്സിറ്റു കൺസർവേഷൻ ആണോ? കാവ് എന്ന് വെച്ചാൽ ഏതാണ്? ഇൻസിറ്റു കൺസർവേഷൻ ആണോ എക്സിറ്റു കൺസർവേഷൻ ആണോ? ആ, കാവ് ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. കാവ് ഇൻസിറ്റു കൺസർവേഷൻ ഉദാഹരണമാണ്. ഓക്കെ, കാവ് എന്ന് പറയുന്നത് ഇൻസിറ്റു കൺസർവേഷൻ ആണ്. അടുത്ത് ഇന്ത്യയിൽ ആദ്യത്തെ പ്ലാന്റ് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ്? പ്ലാന്റ് ഇക്കോ ടൂറിസം പദ്ധതി നല്ല ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏതാ പിള്ളേരെ? ആ, പ്ലാന്റ് ഇക്കോ ടൂറിസം പദ്ധതി എവിടെയാണ്? ആ, തെന്മലയാണ് കേട്ടോ. തെന്മല. ഓക്കെ, തെന്മല, കൊല്ലം. ഓപ്ഷൻ സി. അടുത്ത് കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ വിസ്തീർണം. ആ, ഓപ്ഷൻ സി 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് ആൻസർ. ഓക്കെ, 38,863 ആണ് കേട്ടോ. ഓപ്ഷൻ സി. അടുത്ത് കൊല്ലം ആസ്ഥാനമായ ക്യാമ്പക്സ് ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കയറ്, കൈത്തറി, മത്സ്യബന്ധനം, കശുവണ്ടി. ക്യാമ്പക്സ് പ്രീവിയസ് ചോദ്യമാണ്. ക്യാമ്പക്സ് കമന്റ് ചെയ്തേ. ആ, ഓപ്ഷൻ ഡി കശുവണ്ടിയാണ് കേട്ടോ. കശുവണ്ടിയാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 51ാമത്തെ ചോദ്യം, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത് ഏത് വർഷം എന്നാണ്? SCRT എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി 1938. ഓക്കെ, അടുത്തതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് ഞാൻ പറയുമ്പോൾ കമന്റ് ചെയ്യേ. നിങ്ങൾ ചെയ്തിട്ട് തമ്പ് കൊടുത്താൽ മതി. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരെന്നാണ് ചോദ്യം. വിശാഖം, ആയില്യം, ഉത്രം, ശ്രീമൂലം. കമന്റ് ചെയ്തേ. ആ, ഇതൊക്കെ എല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ്. ശ്രീമൂലം തിരുനാളാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയത് ആരാണ്? ശ്രീമൂലം തിരുനാളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ത് ചെയ്തത്? നാട് കടത്തിയത്. ശ്രീമൂലം തിരുനാളാണ് ആൻസർ വരുന്നത്. ഓക്കെ, ആ, അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഒരേ ഒരു മലയാളി.
കേളപ്പൻ, GP പിള്ള, ശങ്കരൻ നായർ, കൗമുദി ടീച്ചർ. നിങ്ങൾ വായിച്ചിട്ട് സാവകാശം കമന്റ് ചെയ്യടാ, എല്ലാവരും ചെയ്തു വരട്ടെ. ഓപ്ഷൻ ബി GP പിള്ള, ഓപ്ഷൻ ബി GP പിള്ളയാണ് കേട്ടാ. നിങ്ങൾ വെയിറ്റ് ചെയ്ത് ചെയ്യ്. ഓക്കെ, GP പിള്ളയാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി നമ്മൾ ഈ ക്വസ്റ്റ്യൻ, അതായത് ചിരസ്മരണ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ പഠിച്ചായിരുന്നു. ചിരസ്മരണ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഓർമ്മയില്ലേ? ആ ചിരസ്മരണ. അപ്പൊ ആ ചിരസ്മരണ എന്ന നോവല് എഴുതിയതാണെന്നാണ് ചോദ്യം. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവല് എഴുതിയതാണെന്നാണ് ചോദ്യം. നിരഞ്ജൻ, ഇടയിൽ നിങ്ങളെ കമന്റ് ചെയ്യാതെ എന്തുവാടേ നിങ്ങള് വായിക്കാനുള്ള സമയം കൊടുക്കില്ല എല്ലാവർക്കും. മനസ്സിലായി? നമ്മൾ ഒരുമിച്ച് പഠിക്കുമ്പോൾ അങ്ങനെ ഒരു ഇത് കാണിക്കണം. നിങ്ങൾ കമന്റ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ തെറ്റ് കമന്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് കമന്റ് ചെയ്ത് കുറെ ആൾക്കാർ കൂടെ വരുന്നുണ്ട്. അത് അവിടെ മനസ്സിൽ പതുങ്ങി പോകും. അത് മനസ്സിലായ? അതൊന്നാണ് പറയണത്. വെയിറ്റ് ചെയ്ത് എല്ലാവരും ഉത്തരം ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം നമ്മൾ കമന്റ് ചെയ്യും. ഓക്കെ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് നിരഞ്ജനയാണ്. നിരഞ്ജന. ഓക്കെ, മനസ്സിലായ? നിരഞ്ജനയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഭാഗത്താനം ലഹള, മംഗലം ലഹള, കൊഴുക്കുംചിറ ലഹള എന്നിവ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളി, പൊയ്കൽ യോഹന്നാൻ, ആനന്ദ തീർത്ഥൻ, പാമ്പാടി ജോൺ ജോസഫ്. ഓക്കെ, ആൻസർ ഏതാ? ആൻസർ ഓപ്ഷൻ ബി പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാൻ. ഓക്കെ, പൊയ്കൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ. പൊയ്കൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ, രണ്ടും ഒരാളാണ് അല്ലേ? പൊയ്കൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാര ഗുരുദേവൻ രണ്ടും ഒരാൾ തന്നെയാണ് പറയുന്ന പേരുകളാണ് കേട്ടോ. ഓക്കെ, ഭാഗത്താൻ ലഹള, മംഗലം ലഹള, കൊഴുക്കുംചിറ ലഹള, ഓക്കെ, ഇതൊക്കെ ആരാണ്? അടി ലഹള, ഇതെല്ലാം ആരാണ്? പൊയ്കൽ യോഹന്നാനാണ്. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ മംഗല്യാൻ വിക്ഷേപണത്തിന് ഉപയോഗിച്ച വാഹനം? PSLV C-25, C-1, C-13, C-32. ഓക്കെ, കമന്റ് ചെയ്തേ ഏതാ ആൻസർ? മംഗല്യാൻ വിക്ഷേപണം 2013 നവംബർ 5-നാണ് മംഗല്യാൻ വിക്ഷേപിച്ചത്. 2013 നവംബർ 5-ന്. ആർക്കും കിട്ടിയില്ല? ഓപ്ഷൻ എ PSLV C-25 ആണ് കേട്ടോ. C-25 ആണ്. PSLV C-25 ആണ് മംഗല്യാൻ വിക്ഷേപണത്തിന്റെ വാഹനം. PSLV C-25 ആണ്. മോള് വീണ? അയ്യോ, എന്ത് പറ്റി? ലെഫ്റ്റ് ആയിക്കോ. PSLV C-25 ആണ് മംഗല്യാൻ വിക്ഷേപണം. ഓക്കെ, സജിത ലെഫ്റ്റ് ആയിക്കോ. ഞാൻ റെക്കോർഡ് തരാം, റെക്കോർഡ് കണ്ട് പഠിച്ചാൽ മതി. ഓക്കെ, PSLV C-25 ആണ് കേട്ടോ. ഓക്കെ, മംഗല്യാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5-നാണ് മംഗല്യാൻ വിക്ഷേപിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദ്യം. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക്. എവിടെ ഉള്ളത്? തിരുവനന്തപുരമാണ്. IIST എന്നാണ് പൂർണ്ണ രൂപം കേട്ടാ. IIST എന്നാണ് പൂർണ്ണ രൂപം. പേരാണല്ലോ. തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളെ അടുത്താ. ഇവിടെ നിന്നൊരു, എന്റെ വീടിന്റെ അവിടെ നിന്നൊരു കഷ്ടിച്ചൊരു 3 കിലോമീറ്റർ അടുപ്പിച്ച് ചേർത്തുള്ളൂ ഈ IIST ഒക്കെ. വലിയ മല. ഓക്കെ, ഷെയ്ൻഷാ ഉണ്ടോ? ഷെയ്ൻഷാ ഒന്നൊരു പയ്യുണ്ട്. ISL ട്രെയിനിയാണ് അവൻ. പോയെന്ന് തോന്നുന്നു. ബ്രിജിയൊക്കെ തിരുവനന്തപുരമാണോ? ബ്രിജി തിരുവനന്തപുരത്ത് എവിടെയാ? ആറ്റിങ്ങൽ. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം നിർവഹിച്ച ഗാന്ധി എന്ന ചിത്രത്തിൽ ജവഹർലാൽ നെഹ്റുവിന്റെ റോളിൽ അഭിനയിച്ച നടനായിരുന്ന ചോദ്യം. ഓക്കെ, സയ്യിദ് ജഫ്രി, അലിഗ് പദംസി, റോഷൻ സേത്ത്, ഹർഷ നയ്യാർ. പ്രീവിയസ് ചോദ്യമാണത്. റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമയിൽ നെഹ്റുവിന്റെ വേഷം ചെയ്ത ആളെന്നാണ്. പിള്ളേരെ റോഷൻ സേത്ത്, ഈ പേര് നിങ്ങൾ കണ്ടു കാണും. റോഷൻ സേത്ത് നിങ്ങൾ കണ്ടിട്ടുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കേട്ടാ. റോഷൻ സേത്താണ് ആൻസർ. റോഷൻ സേത്താണ് കേട്ടാ. റോഷൻ സേത്താണ്. ഗാന്ധിയും ചോദിച്ചിട്ടുണ്ട്. ഗാന്ധി ആരാ? ഗാന്ധി ബെൻ കിങ്സ്ലി ആണ് കേട്ടോ. ബെൻ കിങ്സ്ലി ആണ് ഗാന്ധി കേട്ടോ. ബെൻ കിങ്സ്ലി എന്ന് പറയുന്ന വ്യക്തിയാണ്. ബെൻ കിങ്സ്ലി എന്ന് പറയുന്ന റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം. ബെൻ കിങ്സ്ലി ആണ് എന്ത്? ബെൻ കിങ്സ്ലി ആണ് പിള്ളേരെ
എന്തായിട്ട് അഭിനയിച്ചത്? ഗാന്ധിജിയായിട്ട് അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ് കേട്ടോ. ഓക്കെ, അത് ഓർത്തിരിക്കുക. റിച്ചാർഡ് ആറ്റംബറോ ആണ് സംവിധാനം, ബെൻ കിങ്സ്ലി ആണ് എന്ത് ഗാന്ധിജിയായിട്ട് അഭിനയിച്ചത്. ഈ ബെൻ കിങ്സ്ലി നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങൾ ഈ ഇംഗ്ലീഷ് സിനിമയെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അയൺമാൻ കണ്ടോ? അയൺമാൻ 3 സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടോ? അയൺമാൻ 3 ഒരു 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 തീവ്രവാദിയെ കാണിക്കും, ഒരു ഫേക്കായിട്ടുള്ള ഒരു തീവ്രവാദിയാണ്. അത് കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. ഓക്കെ, ഒരു ഫേക്കായിട്ടുള്ള തീവ്രവാദിയെ കാണിക്കും. ആ ഫേക്ക് തീവ്രവാദിയെ അഭിനയിക്കുന്നത് ഈ ബെൻ കിങ്സ്ലിയാണ്. കണ്ടുള്ളവർക്ക് അറിയായിരിക്കും. ജംഗിൾ ബുക്ക് സിനിമ കണ്ടോ? ജംഗിൾ ബുക്ക് ജംഗിൾ ബുക്കില് ബഗീര എന്ന ക്യാരക്ടർ ഉണ്ട്, ഒരു കരിമ്പുലി ബഗീര. ആ ബഗീര എന്ന കരിമ്പുലിക്ക് ശബ്ദം കൊടുത്തതും ആരാണ്? ഈ പറഞ്ഞ ബെൻ കിങ്സ്ലി ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക, അദ്ദേഹമാണ് എന്താണ് ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയായിട്ട് അഭിനയിച്ചത് അദ്ദേഹമാണ്. റോഷൻ സേത്താണ് ജവഹർലാൽ നെഹ്റു ആയിട്ട് അഭിനയിച്ചത്. റോഷൻ സേത്താണ് കേട്ടോ. ഓക്കെ, 1982 ഈ സിനിമ പുറത്തിറങ്ങിയത്. 1982 സിനിമ പുറത്തിറങ്ങിയത്. 8 ഓസ്കാർ കിട്ടി. 8 ഓസ്കാറാണ് ഈ സിനിമ കിട്ടിയത്. 8 ഓസ്കാറാണ് കിട്ടിയത്. ഓക്കെ, അതിലൊരു ഓസ്കാർ കിട്ടിയത് ഭാനു അത്തയ്യ. ഓസ്കാർ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാനു അത്തയ്യ, വസ്ത്രാലങ്കാരം. ഓക്കെ, ശരി, ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി പദവി അലങ്കരിച്ച ആദ്യ മലയാളി ആയിരുന്നാണ് ചോദ്യം. ആദ്യ മലയാളി ആരാ? കമന്റ് ചെയ്തേ. പിള്ളേരെ ഓപ്ഷൻ ഡി കെ സച്ചിദാനന്ദനാണ്. കേട്ടോ. ഓപ്ഷൻ ഡി കെ സച്ചിദാനന്ദനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി പദവി അലങ്കരിച്ച ആദ്യ മലയാളി. ഓപ്ഷൻ ഡി കെ സച്ചിദാനന്ദൻ. ഈ കെ സച്ചിദാനന്ദൻ നിലവിൽ എന്താ? പിള്ളേര് നിലവിൽ എന്താണ്? നിലവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആണ് അല്ലേ? ഇവിടെ പറയുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ്. ക്വസ്റ്റ്യനിൽ പറയുന്നത് കേന്ദ്ര സാഹിത്യ അക്കാദമിയാണ്. നിലവിൽ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആണ്. ആര്? ഈ പറയുന്ന കെ സച്ചിദാനന്ദൻ. അദ്ദേഹമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി പദവി വഹിച്ച ആദ്യത്തെ മലയാളി. അടുത്ത പ്രീവിയസ് ചോദ്യമാണ്, ക്യൂൻസ്ബെറി നിയമങ്ങൾ ഏത് കായിക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രീവിയസ് ചോദ്യമാണ്. കമന്റ് ചെയ്തേ. ഏതാ പിള്ളേരെ ക്യൂൻസ്ബെറി നിയമങ്ങള്? ഓപ്ഷൻ സിയോ? ഓപ്ഷൻ ഡി ബോക്സിംഗ് ആണ് കേട്ടോ. ബോക്സിംഗ് ആണ്. ക്യൂൻസ്ബെറി നിയമങ്ങൾ ബോക്സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബോക്സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, താഴെ നൽകിയവയിൽ രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇതൊക്കെ ഞാൻ ക്ലാസ് എടുത്തതാ. രക്തസമ്മർദ്ദം അവിടെ ഏതാ? ഓപ്ഷൻ സി സിഗ്മോ മാനോമീറ്റർ ആണ് അല്ലെ? സിഗ്മോ ആണ് രക്തസമ്മർദ്ദം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ബൊമാൻസ് ക്യാപ്സ്യൂൾ കാണപ്പെടുന്ന മനുഷ്യത്തിൽ എവിടെയാണ്? ചോദ്യം. പിള്ളേരെ കിട്ടിയല്ലോ. ഓപ്ഷൻ ഡി വൃക്കയാണ്. ആൻസർ. വൃക്കയിലാണ് എന്ത് കാണപ്പെടുന്നത്? ബൊമാൻസ് ക്യാപ്സ്യൂൾ കാണപ്പെടുന്നത്. അടുത്ത, ഏത് ജീവകമാണ് കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ. കമന്റ് ചെയ്തേ. ഓപ്ഷൻ ബി ജീവകം കെ ആണ്. കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ ബി ജീവകം കെ ആണ്. അടുത്ത്, പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെ? എന്നാണ് ചോദ്യം. കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ ഡി ഓടക്കാലിയാണ് കേട്ടോ. ഓടക്കാലി ഏത് ജില്ലയിലാണ്? ഓടക്കാലി ഏത് ജില്ലയിലാണ് പിള്ളേരെ? ഓടക്കാലി എറണാകുളം ജില്ലയിലാണ് കേട്ടോ. നമ്മളത് പഠിച്ചിട്ടുണ്ട്, കണക്ഷൻ വെച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഓടി വീണ് കാലിന് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തൈലിടും അല്ലേ? ഓടി വീണ് കാലിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ തൈലിടും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓടക്കാലി പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നവിടെയാണ്. ഓടക്കാലി, എറണാകുളം. അടുത്ത്, ഞെള്ളാനി. ഇതും പ്രീവിയസ് ചോദ്യം. ഞെള്ളാനി എന്നത് ഏത് കാർഷിക വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്? ഞെള്ളാനി. കമന്റ് ചെയ്തേ. ഞെള്ളാനി. ഞെല്ലിന്റെ ഒരു ഇള്ള് കണ്ടിട്ട് ഈ എല്ലിലോട്ട് പോണത് വലിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. ഏലം. ഓക്കെ, ശ്രദ്ധിച്ചൊക്കെ ചെയ്. അങ്ങ് ഓരോ കണക്ഷൻസ് ഉണ്ടാക്കിയാണ്. അങ്ങ് എക്സാം ഹാളിലൊക്കെ കാണിക്കുന്ന ഇതാണ്. മനസ്സിലായ? ഓക്കെ, നോക്കുമ്പോഴേ നെല്ലില് ഒരു ഇള്ള, എള്ളിലൊരു ഇള്ള. ഓക്കെ, അങ്ങ് കിട്ടി, കണക്ഷനായി അങ്ങ്. ശരി.
ഏലമാണ് കേട്ടോ, ഏലമാണ് ആൻസർ, ഞെള്ളാനി. ശരി, അടുത്ത ചന്ദ്രൻ ഓരോ തവണ ഭൂമിയെ ചുറ്റുമ്പോഴും ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ഉണ്ടാകുന്നില്ല, കാരണമാണ് ചോദിച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും ചന്ദ്രൻ വളരെ അകലെ, ഭൂമി ദീർഘവൃത്താകൃതിയിൽ കറങ്ങുന്നതിനാൽ, ഭൂമിയുടെ പരിക്രമണ തലത്തിൽ നിന്നും ചന്ദ്രന്റെ പരിക്രമണ തലം ചരിഞ്ഞത് കൊണ്ട്, ഭൂമി ചന്ദ്രനേക്കാൾ വലുതായത് കൊണ്ട്. ഓക്കെ, ഇവിടെ ഈ വലിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വേറൊന്നുമല്ല. നമ്മളിപ്പം ഒന്നും നമ്മൾ പറയും ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു ബാറ് വെച്ച് കണ്ടിട്ടില്ലേ, നമ്മൾ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് നമ്മൾ അവസരം നഷ്ടപ്പെട്ടു. ഓക്കെ, ആ നമ്മളിപ്പോ നിങ്ങളിപ്പോ ഒരു എന്തെങ്കിലും മണ്ടത്തരം കാണിക്കുന്ന അവസരം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, മാറി എടുത്തിട്ട് നമ്മളിങ്ങനെ ബാർ വെച്ച് ഇങ്ങനെ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. റബ്ബർ ബാൻഡ് ബാർ എന്ന് വെച്ചാൽ അത് നിങ്ങൾ മാറണ്ട, റബ്ബർ ബാൻഡ് കേട്ടോ. നമ്മൾ റബ്ബർ ബാൻഡ് തിരുവനന്തപുരം ഭാഗത്ത് ബാർ എന്നാ പറയുന്നത്. ഓക്കെ, വേറെ ജില്ലയിൽ വേറെ പേര് പറയുന്നുണ്ടോ അതിന്? റബ്ബർ ബാൻഡ് എന്നാണ് എല്ലാവരും പറയുന്നേ. കിട്ടിയില്ലല്ലേ ഈ ബാറെന്ന് ആദ്യം വരെ മനസ്സിലായില്ലല്ലേ? ബാർ എന്ന് വെച്ചാൽ റബ്ബർ ബാൻഡ് ആണ്, റബ്ബർ ബാൻഡ്. ഓക്കെ, ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് ചന്ദ്രൻ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്തത്, ചന്ദ്രൻ ഓരോ തവണ ഭൂമിയെ ചുറ്റുമ്പോഴും ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ഉണ്ടാകുന്നില്ല. കാരണം പിള്ളേര് ഓപ്ഷൻ സി, ഭൂമിയുടെ പരിക്രമണ തലത്തിൽ നിന്നും ചന്ദ്രന്റെ പരിക്രമണ തലം ചരിഞ്ഞത് കൊണ്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണത്. ചന്ദ്രൻ ഓരോ തവണ ഭൂമിയെ ചുറ്റുമ്പോഴും ചന്ദ്രഗ്രഹണമോ സൂര്യഗ്രഹണമോ ഉണ്ടാകുന്നില്ല. അതിന് കാരണം ഭൂമിയുടെ പരിക്രമണ തലത്തിൽ നിന്നും ചന്ദ്രന്റെ പരിക്രമണ തലം ചരിഞ്ഞത് കൊണ്ടാണ്. നന്നായി ക്വസ്റ്റ്യൻ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. അടുത്തതും പ്രീവിയസ് ചോദ്യമാണ്. റുബീഡിയം സ്ട്രോൺഷ്യം ഡേറ്റിംഗ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്തിനാണ്? റുബീഡിയം സ്ട്രോൺഷ്യം ഡേറ്റിംഗ് പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്തിനാണ് ചോദ്യം. പാറകളുടെ കാലപ്പഴക്കം, ക്യാൻസർ, മരുഭൂമിയുടെ ജലസാന്നിധ്യം, സ്വർണത്തിന്റെ ഖനനം. ഏതാ ആൻസർ? റുബീഡിയം സ്ട്രോൺഷ്യം ഡേറ്റിംഗ് ഏതാ ആൻസർ വളരെ? ആർക്കും അറിയത്തില്ല, ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഓപ്ഷൻ എ, പാറകളുടെ കാലപ്പഴക്കം. പാറകളുടെ കാലപ്പഴക്കമാണ് കേട്ടോ, പാറകളുടെ കാലപ്പഴക്കം. ഓക്കെ, അപ്പൊ റുബീഡിയം സ്ട്രോൺഷ്യം ഡേറ്റിംഗ് പ്രധാനമായും ഉപയോഗിക്കുന്നത് പാറകളുടെ കാലപ്പഴക്കത്തിന് വേണ്ടിയാണ്, പാറകളുടെ കാലപ്പഴക്കം നിശ്ചയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ ഹീലിയവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ചോദിച്ചിരിക്കുന്നത്. ഭൂമിയിൽ കണ്ടെത്തുന്നതിന് മുമ്പേ ഈ മൂലകത്തിന്റെ സാന്നിധ്യം സൂര്യനിൽ കണ്ടെത്തിയിരിക്കുന്നു. ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പിൽപ്പെട്ട മൂലകമാണ്. അറ്റോമിക് നമ്പർ 2 മൂലകമാണ്. മറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പേര് ലഭിച്ചത്. ഉത്തരമേതാ? അത് നല്ലൊരു ചോദ്യമാണ്, ഹീലിയത്തെ കുറിച്ചുള്ള. ഉത്തരം കിട്ടിയോ? ചുമ്മാ കറക്കി ഇവിടെയാണ്. വായിച്ചപ്പോ ഒരു സുഖം തോന്നല്ലോ അല്ലേ? ഭൂമിയിൽ കണ്ടുപിടിക്കുന്ന മുമ്പേ സൂര്യനിൽ കണ്ടുപിടിച്ചു, അത് അങ്ങോട്ടൊരു സുഖമില്ലല്ലോ. അങ്ങനെ കറക്കി വിടുകയാണ് എന്നും പറഞ്ഞിട്ട്. ആവർത്തന പട്ടികയിൽ ബി ഒക്കെ നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? ബി ഓപ്ഷനെ നിങ്ങൾ എങ്ങനെയാ പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, 18ാം ഗ്രൂപ്പിൽ പെട്ടതാണ് ഹീലിയോ എന്നൊക്കെ. ഇങ്ങോട്ട് നോക്കിയോ. അതായത് ഭൂമിയിൽ കണ്ടെത്തുന്നതിന് മുമ്പേ ഈ മൂലകത്തിന്റെ സാന്നിധ്യം സൂര്യനിൽ കണ്ടെത്തിയിരുന്നു. ശരിയാണ്, ആ പ്രസ്താവന ശരിയാണ്. ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പ്, അതും ശരിയാണ്. അറ്റോമിക് നമ്പർ 2 മൂലകം, അതും ശരിയാണ്. മറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പേര് ലഭിച്ചത്. അത് ക്രെപ്റ്റോൺ ആണ്. ഏതാ? ക്രെപ്റ്റോൺ ആണ് അത്. അതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റിന്റെ ആൻസർ. കാരണം മറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് പേര് ലഭിച്ചത് ക്രെപ്റ്റോൺ ആണ്. ക്രെപ്റ്റോണിന്റെ അറ്റോമിക് നമ്പർ അറിയോ? 36. അറ്റോമിക് നമ്പർ 36 വരുന്ന ക്രെപ്റ്റോൺ ആണ് മറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം വരുന്ന ഗ്രീക്ക് ഭാഗത്ത് നിന്ന് പേര് ലഭിച്ചത്. ഓക്കെ, ബാക്കി 3 പോയിന്റ്സും ഹീലിയവുമായി ബന്ധപ്പെട്ടതാണ്. ഹീലിയത്തിന്റെ സാന്നിധ്യം ആദ്യം ഭൂമിയിൽ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ സൂര്യനിൽ കണ്ടെത്തിയിരുന്നു. ആവർത്തന പട്ടികയിൽ 18ാം ഗ്രൂപ്പിൽപ്പെട്ട മൂലകമാണ്. അതുപോലെ തന്നെ അറ്റോമിക് നമ്പർ 2 മൂലകമാണ്. മനസ്സിലായല്ലോ? ഓക്കെ, മറഞ്ഞിരിക്കുന്നത് എന്ന അർത്ഥം പറയുന്നത് ക്രെപ്റ്റോൺ ആണ്. ക്രെപ്റ്റോണിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് കുട്ടികളെ? 36. 36 ആണ്. ഓക്കെ, ശരി. ഇതൊക്കെ ആരാന്ത് ഈ 18ാം ഗ്രൂപ്പിൽ അല്ല എന്നുള്ള കാര്യം കമന്റ് ചെയ്യണത്. നിങ്ങൾ ഈ പഠിക്കണയൊക്കെ റിവിഷൻ ചെയ്തു പോകണം. ഓക്കെ, പഠിപ്പിച്ച് തരുന്നുണ്ട്, റിവിഷനും എടുത്ത് തരുന്നുണ്ട്. അത് വീണ്ടും നോക്കേണ്ടത് ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ഒരു 20% മാത്രമേ, ഇപ്പൊ ഏതൊരു സ്ഥാപനത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും
ഒരു 20%, 30% മാത്രമേ ഒരു സ്ഥാപനത്തിന് നിങ്ങൾ സഹായിക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി 70-80% ചെയ്യേണ്ടത് ആര് തന്നെയാണ്? നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായ? ഓക്കെ. എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം എഫർട്ട് ഇട്ട് ഞാൻ ചെയ്തിരുന്നുണ്ട്. ബാക്കി നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക. ഓക്കെ. അടുത്ത്, ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗം വിവര വിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ് ചോദ്യം. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. കമന്റ് ചെയ്തേ പിള്ളേരെ. ഓപ്ഷൻ സി പൂർണ്ണാന്തര പ്രതിഫലനമാണ് അല്ലെ? ഓപ്ഷൻ സി പൂർണ്ണാന്തര പ്രതിഫലനമാണ്. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ആൻസർ വരുന്നത്. പൂർണ്ണാന്തര പ്രതിഫലനമാണ് ആൻസർ വരുന്നത്. ഓക്കെ. അടുത്ത്, മിന്നാമിനിങ്ങിന്റെ തിളക്കത്തിന് കാരണമായ രാസവസ്തു. ആ ക്വസ്റ്റ്യൻ അത്ര ക്ലിയർ ആയില്ല. മിന്നാമിനിങ്ങിന്റെ തിളക്കത്തിന് കാരണമായ രാസവസ്തു ബിലിറൂബിൻ, കുർക്കുമിൻ, ആന്തോസയനിൻ, ലൂസിഫെറിൻ. ഇതൊക്കെ പ്രീവിയസ് ചോദ്യമാണ്. പിള്ളേരെ ഓപ്ഷൻ ഡി ലൂസിഫെറിൻ ആണ്. ലൂസിഫെറിൻ. ഓക്കെ. മിന്നാമിനിങ്ങിന്റെ തിളക്കം. മിന്നാമിനിങ് തിളക്കം കണ്ടിട്ടുണ്ടോ? മിന്നാമിനിങ്ങൊക്കെ ഉണ്ടോ അങ്ങോട്ടൊക്കെ? എല്ലായിടത്തും ഉണ്ടാ? ഇവിടെ ഒന്നും ഇപ്പൊ കാണാൻ പോലും ഇല്ല. ഓക്കെ. പണ്ടൊക്കെ ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോ ഒരു മിന്നാമിനിങ് വരും. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം മിന്നാമിനിങ് കാണാനില്ല. ആണോ മൈക്കോണാക്കിയത്? ഷെൻസ മൈക്കോണാ ചേട്ടാ? അല്ല, രാത്രി ഞാനിങ്ങനെ ചില ദിവസങ്ങളൊക്കെ ഈ ഉറക്കമൊന്നും ചെയ്യാൻ കിടക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് റൂമിൽ ഒരു മിന്നാമിനി ഇങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. ഓക്കെ. സ്റ്റക്കാണെങ്കിൽ ലെഫ്റ്റ് ആയിക്കോ. ശരി. രോഹിണി റൂമിലുണ്ടോ? ഓക്കെ. അല്ല, ഞാൻ വെറുതെ സ്ഥിരം ഞാൻ കണ്ടിട്ടുണ്ട്. സ്ഥിരം രാത്രി കണ്ടിട്ടുണ്ട്. അത് ഒരെണ്ണത്തിനെ കാണുന്നുണ്ട്. ഓക്കെ. ശരി. അത് ഏത് ശരീരഭാഗ അടുത്ത ചോദ്യം. ഏത് രോഗമാണ് ഡാൾട്ടനിസം എന്നുകൂടി അറിയപ്പെടുന്നത്? ഡാൾട്ടനിസം എന്നുകൂടിയാണ് അറിയപ്പെടുന്നത്. നിശാന്തത, വർണ്ണാന്തത, അസ്റ്റിഗ്മാറ്റിസം, സിറോഫ് താൽമിയ. ഞാനിത് പഠിപ്പിച്ചതാ. മെനിഞ്ഞാന്ന് രാവിലെ പഠിപ്പിച്ചതാ. ഓക്കെ. ഏതാ പിള്ളേരെ? വർണ്ണാന്തത ആൻസർ. വർണ്ണാന്തത. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്നത് നമ്മൾ ജോൺ ഡാൾട്ടൺ പറഞ്ഞായിരുന്നു അല്ലേ? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ഉണ്ടായിരുന്ന അസുഖമാണ് വർണ്ണാന്തത. ഡാൾട്ടനിസം എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? വർണ്ണാന്തത. അടുത്ത, ഏത് ശരീരഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് സോറിയാസിസ്? സോറിയാസിസ് ഏത് ശരീരഭാഗത്തിന്? ഈസി ക്വസ്റ്റ്യൻ. പിള്ളേരെ ഓപ്ഷൻ എ ത്വക്കാണ്. ഓപ്ഷൻ എ ത്വക്ക്. സോറിയാസിസ് രോഗം ബാധിക്കുന്ന ത്വക്കിനെയാണ്. സോറിയാസിസ് രോഗം ബാധിക്കുന്നത് ത്വക്കിനെയാണ്. അടുത്ത്, താഴെ നൽകിയവയിൽ എൻഡോസൾഫാൻ മൂലം ദുരിതം അനുഭവിക്കുന്നവർക്കായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ ധനസഹായ പദ്ധതി ഏതെന്നാണ് ചോദ്യം. എൻഡോസൾഫാൻ മൂലം ദുരിതം അനുഭവിക്കുന്നവരെ കേരള സർക്കാർ ഏർപ്പെടുത്തിയ ധനസഹായ പദ്ധതി. ഏതാ കുട്ടികളെ? ഓപ്ഷൻ സി സ്നേഹ സാന്ത്വനമാണ്. ഓപ്ഷൻ സി സ്നേഹ സാന്ത്വനമാണ് കേട്ടോ. സ്നേഹ സാന്ത്വനമാണ് ആൻസർ. ഓക്കെ. സ്നേഹ സാന്ത്വനമാണ്. ഓക്കെ. നമ്മൾ അതാണ് പഠിച്ചതാ. സ്നേഹ സാന്ത്വനം, സ്നേഹസ്പർശം, സ്നേഹപൂർവകം നമ്മൾ ഇന്നലെ പഠിച്ച ഓർമ്മയില്ലേ പിള്ളേരെ? മൂന്നും പഠിച്ചു വെച്ചോ. ഒന്നുകിൽ സ്നേഹപൂർവം ചോദിക്കും, അല്ലെങ്കിൽ സ്നേഹ സാന്ത്വനം ചോദിക്കും, അതല്ലെങ്കിൽ സ്നേഹസ്പർശം ചോദിക്കും. ഇത് മൂന്നും സ്ഥിരമായി PhD എടുത്തിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവന പരിഗണിക്കുക. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുള്ള വൃദ്ധസദനങ്ങളിലെ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം. അന്ധരായ വ്യക്തികളുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച പദ്ധതിയാണ് സ്പെക്ട്രം. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരാണ് മൃതസഞ്ജീവനി. കുട്ടികളെ ഇതിന്റെ ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേ. എല്ലാം ശരി, 2 തെറ്റ്, 3 ശരി, എല്ലാം തെറ്റ്. അവിടെ ഓപ്ഷൻ ബി 2 തെറ്റ്. ഓപ്ഷൻ ബി 2 തെറ്റാണ്. മനസ്സിലായ? അതായത് സ്പെക്ട്രം എന്ന പദ്ധതി ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഓട്ടിസം ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അല്ലേ? സ്പെക്ട്രം എന്ന പദ്ധതി ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള പദ്ധതിയാണ് ഏത്? സ്പെക്ട്രം എന്ന പദ്ധതി. സ്പെക്ട്രം ഓട്ടിസവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് 2 തെറ്റാണ്. അടുത്ത 75ാമത്തെ ചോദ്യം. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യമായി മികച്ച ചികിത്സ നൽകാനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ബി മിഠായി. ഓപ്ഷൻ ബി മിഠായി ആണ് ആൻസർ. അടുത്ത് 76ാമത്തെ ചോദ്യം. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2017 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻ ഡി അനുയാത്ര. ഓപ്ഷൻ ഡി അനുയാത്രയാണ്. ഇതൊക്കെ LDC ലെവലിലൊക്കെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. വീണ്ടും അതേ മൈക്കോണ. അനീന. ഓക്കെ.
സിറോഫ്താൽമിയ ഏത് ജീവകത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം എന്നാണ് ചോദ്യം. സിറോഫ്താൽമിയ. കുഴപ്പമില്ല, ഞാൻ പേര് വിളിച്ചതേ ഉള്ളൂ. ആ ജീവകം എ ആണല്ലേ പിള്ളേരെ. സിറോഫ്താൽമിയ ഏതാണ്? ജീവകം എയുടെ കുറവുകൾ ഉണ്ടാകുന്ന രോഗമാണ്. അടുത്ത 78ാം ചോദ്യം. DPT വാക്സിൻ ഫലപ്രദമല്ലാത്തത് താഴെ നൽകിയവയിൽ ഏത് രോഗത്തിനാണ് ചോദ്യം? DPT വാക്സിൻ. ഡിഫ്തീരിയ, പോളിയോ, ടെറ്റനസ്, വില്ലൻ ചുമ. പിള്ളേരെ ഓപ്ഷൻ ബി പോളിയോ. ഓപ്ഷൻ ബി പോളിയോ. ഓക്കെ, ഈ സെയിം ചോദ്യം സെയിം ഓപ്ഷൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. സെയിം ചോദ്യവും സെയിം ഓപ്ഷനും. ഈ ചോദ്യത്തിന് കുഴപ്പമൊന്നറിയാമോ? നിങ്ങൾക്ക് ഉത്തരം അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ DPT എടുത്തോട്ട് അങ്ങോട്ട് വെക്കും. DPT വെക്കും. ആ DPT ഡി എടുത്ത് നിങ്ങൾ ഡിഫ്തീരിയയിൽ ഇടും. മനസ്സിലായില്ലേ? ഡി എടുത്തിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ഡിഫ്തീരിയയിൽ ഇടും. പി എടുത്ത് നിങ്ങൾ പോളിയോയിൽ ഇടും. പി എടുത്ത് ഇവിടെ ഇടും, പോളിയോയിൽ ഇടും. അതിനുശേഷം ടി എടുത്ത് ടെറ്റനസ് ഇടും. നമ്മൾ നോക്കുമ്പോൾ എയും ബിയും സിയും ശരിയായി. വില്ലൻ ചുമ അതാ അടപ്പുള്ള ഉത്തരം. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? വില്ലൻ ചുമ ഉത്തരം എഴുതാറുണ്ട്. മനസ്സിലായ? അവിടെ നമുക്ക് തെറ്റ് പറ്റും. കാരണം വില്ലൻ ചുമയുടെ സയന്റിഫിക് നെയിം എന്ന് വെച്ചാൽ പെർട്യൂസസ് എന്നാണ്. മനസ്സിലായ? അതാണ് പി. ഡി എന്ന് വെച്ചാൽ ഡിഫ്തീരിയ, പി എന്ന് വെച്ചാൽ പെർട്യൂസസ്. പെർട്യൂസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലൻ ചുമയാണ്. ടി എന്ന് വെച്ചാൽ ടെറ്റനസ് തന്നെയാണ്. ഇവിടെ കൊടുത്ത പിയുടെ സ്ഥാനത്ത് പോളിയോ കൊടുത്തിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് തെറ്റ്. ഈ സെയിം ചോദ്യവും സെയിം ഓപ്ഷനും നിങ്ങൾക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. വീണ്ടും ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് വരും, ഉറപ്പായും വരും. അടുത്ത്, കോക്ലിയർ ഇംപ്ലാന്റ് സർജറി നടത്തിയവർക്ക് കേടുവരുന്ന ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? നമ്മുടെ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ ആൾക്കാർക്ക് ആ ഉപകരണം കേടായി കഴിഞ്ഞാൽ അത് വീണ്ടും ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചോദ്യം. ഓപ്ഷൻ വരുന്ന സമയത്ത് രാരീരം, സ്വനം, ധ്വനി, കർണാമൃതം. ഏതാ പിള്ളേർ ആൻസർ? പിള്ളേർ ഓപ്ഷൻ സി ധ്വനി വരും. ധ്വനി. ഓക്കെ, ആ സർജറി നടത്തുന്ന ഏത് പദ്ധതി എന്നറിയാമോ? കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി. അത് സർജറി നടത്തുന്ന പദ്ധതി ശ്രുതി തരംഗമാണ് കേട്ടോ. സർജറി നടത്തുന്ന, അതായത് നമ്മുടെ കേൾവിയില്ലാത്ത കുട്ടികൾക്ക് ഈ സർജറി ട്രീറ്റ്മെന്റ് നടത്തുന്ന പദ്ധതി ശ്രുതി തരംഗവും, ആ ട്രീറ്റ്മെന്റ് നടത്തിയിട്ട് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയിട്ട് അത് കംപ്ലൈന്റ് വന്നാൽ അത് മാറ്റി വെക്കുന്ന പദ്ധതിയാണ് ഏത്? ധ്വനി എന്ന പദ്ധതി. അപ്പൊ ശ്രുതി തരംഗത്തിൽ ശസ്ത്രക്രിയ നടത്തും. ധ്വനി എന്ന പദ്ധതിയിൽ എന്ത് ചെയ്യും? അത് മാറ്റി കൊടുക്കും കേട്ടോ, ഉപകരണം. ഓക്കെ, അടുത്ത് ലാസ്റ്റ് ചോദ്യം, രോഗങ്ങളും ടെസ്റ്റുകളും. ഓക്കെ, ഒന്ന് ശരിയാക്കിയേ. രോഗങ്ങളും ടെസ്റ്റുകളും ഒന്ന് ശരിയാക്കിയേ. ശരിയാക്കിയോന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് പറയണത്. അതായത് നമുക്ക് നോക്കാം. ഷിക്ക് ടെസ്റ്റ്. ഷിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫ്തീരിയ, അതായത് 1 C വരും അല്ലേ? 1 C വരും. ഷിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് പിള്ളേരെ? ഷിക്ക് എന്ന് പറഞ്ഞാൽ ഡിഫ്തീരിയ. അപ്പൊ 1 C വരും. അടുത്ത് വൈറൽ ടെസ്റ്റ് ഏതാ? വൈറൽ ടെസ്റ്റ് ടൈഫോയിഡ്. അപ്പൊ 2 B വരും. അടുത്ത് ഹിസ്റ്റാമിൻ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഏതാണ്? ഹിസ്റ്റാമിനും ലെപ്രാമിനും പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഹിസ്റ്റാമിനും ലെപ്രാമിനും ഏതാണ്? കുഷ്ഠമാണ് അല്ലേ? ഹിസ്റ്റാമിനും ലെപ്രാമിനും കുഷ്ഠമാണ്. അതുകൊണ്ട് 3 D വരും അല്ലേ? 3 D വരും. അടുത്ത് 4 ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ ഏതാണ് പിള്ളേര്? ഡോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് A വരും, ക്ഷയമാണ്. ഓക്കെ, അപ്പൊ 1 C, 2 B, 3 D, 4 A. ഓക്കെ, ഏത് ആൻസർ വരുന്ന? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അപ്പൊ മറക്കണ്ട, ഹിസ്റ്റാമിൻ മാത്രമല്ല കുഷ്ഠത്തിനുള്ളത്. ഹിസ്റ്റാമിനും ലെപ്രാമിനും എന്താണ് പിള്ളേരെ? ആൻസർ ആണ്. ഹിസ്റ്റാമിൻ ലെപ്രാമിനും ആൻസർ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ 1 C, 2 B, 3 D, 4 A. അപ്പൊ ആൻസർ ഡി വരും. ഷിക്ക് എന്ന് വെച്ചാൽ എന്താണ്? തൊണ്ടമുള്ള ഡിഫ്തീരിയ അല്ലെ? ഷിക്ക് ഡിഫ്തീരിയ. പിന്നെ വൈഡല് ടൈഫോയിഡ്. ഞാൻ പറഞ്ഞു വൈഡൈ എന്ന് ഓർക്കാൻ പറഞ്ഞാൽ വൈഡല് ടൈഫോയിഡ്. പിന്നെ നമുക്ക് ഡിഫ്തീരിയ, മുള്ളു കൊള്ളുന്ന ഷിക്കനാണ് മുള്ളു കൊള്ളുന്ന ഓർത്താൽ മതി. ഷിക്കനെ മുള്ളുകൊണ്ടെന്ന് ഓർത്താൽ മതി അല്ലെ? ഷിക്കന. അപ്പൊ ഷിക്ക് ടെസ്റ്റ് ഏതാ പിള്ളേരെ? ടൈഫോയിഡ്. സോറി, ഡിഫ്തീരിയ, വൈഡല്, ടൈഫോയിഡ്. ഹിസ്റ്റാമിനും ലെപ്രാമിനും ഏതാണ് കുട്ടികളെ? അത് കുഷ്ഠമാണ്. ഹിസ്റ്റാമിനും ലെപ്രാമിനും കുഷ്ഠമാണ്.